നമ്മൾ രാവിലെ തന്നെ റെഡിയായി അടിപൊളി യാത്ര പോകാൻ പോവുകയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കാണോ അവനാണോ ഭാഗ്യമില്ലാത്തതെന്ന് അറിയത്തില്ല. ഇവിടെ മുതൽ ഫുൾ അങ്ങോട്ട് ട്രാജഡികളായിരുന്നു. നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈക്കൊന്ന് തിരിച്ച വഴിക്ക് സംഭവിച്ചതാണ്. ബൈക്ക് തറയെ വീഴുന്നതിന് മുമ്പ് ഞാൻ ബൈക്ക് നൂത്തെടുത്തെങ്കിലും എൻ്റെ കാല് റോഡിലൊരഞ്ഞ് കാലിൻ്റെ തള്ള വിരൽ കുറച്ചധികം മുറിവ് വന്ന് ഒരുപാട് ചോരയും പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യം തന്നെ ചോര കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവൻ പറയുകയും ചെയ്തായിരുന്നു ചോര കാണുന്നത് നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ വാക്കിനോട് അത്ര തൃപ്തി തോന്നിയില്ല. കാരണം ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന്. അങ്ങനെ മുറിവ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നേരെ ഡ്രസ്സും ചെയ്തു. അതിനുശേഷം TT എടുത്തിട്ട് നമ്മൾ നേരെ കൊളുത്തൂപ്പുഴയിലോട്ടാണ് യാത്ര തിരിച്ചത്. ചോര കൊണ്ട് തുടങ്ങിയത് നല്ലതിനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ കൊളുത്തൂപ്പുഴ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഴയുടെ വരവ്. അതോടുകൂടി ട്രിപ്പിൻ്റെ ഏകദേശം എല്ലാം ഫ്ലോപ്പായി കഴിഞ്ഞു. ഒട്ടും ചെറിയ മഴ അല്ലായിരുന്നു പെയ്ത സമയത്ത് നമുക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിലും നമ്മൾ തെന്മല എത്താറാവുന്നതിന് മുമ്പ് നല്ല അടിപൊളി മഴ പെയ്തപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന്. അപ്പോൾ തന്നെ ഒരുപാട് സമയം താമസിച്ചു. ഇനി പോകണോ വേണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ ഇറങ്ങി തിരിച്ചില്ല, എന്തായാലും പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പോയി. എന്തായാലും പോയത് വെറുതെ ആയില്ല. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ണി കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു ഫീലിൽ ആ ഒരു സമയത്ത് നല്ല അടിപൊളി വിറ്റാമിൻ D അടിക്കുന്ന ഒരു വെയിലുണ്ട് വൈകുന്നേരം. ആ ഒരു വെയിലൊക്കെ കൊണ്ട് അടിപൊളി കാഴ്ചകൾ, തമിഴ്നാടൻ കാഴ്ചകളും കണ്ട് ഇതുപോലെ ഈ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ ആ മഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാൻ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. അങ്ങനെ നമ്മളിപ്പോൾ സമയം ഒരുപാട് താമസിച്ച് നമ്മളിപ്പോൾ മേക്കര എത്തിയിട്ടുണ്ട്. മേക്കര എത്തിയതിന് 6:30-ക്കാണ്. നമ്മൾ അഞ്ചൽ, കൊളുത്തൂപ്പുഴ, തെന്മല കഴിഞ്ഞിട്ട് തെങ്കാശി എന്നാണ് ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ നേരെ മേക്കര വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അടിപൊളി വ്യൂ ഉണ്ടോ അങ്ങോട്ടോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതിനെക്കാട്ടി വലിയൊരു സംഭവം എന്ന് പറയുമ്പോൾ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സൂക്ഷിക്കുകയാണ്, നമ്മൾ കണ്ണി കാണുന്നുണ്ട്. പക്ഷേ ഇത് രക്ഷയില്ലാത്ത എത്തിയപ്പോൾ സമയം താമസിച്ച് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിരുന്നതാണ്. കൊളുത്തൂപ്പുഴ അഞ്ചൽ ഏരിയയിൽ ഫുള്ള് മഴയായിരുന്നു. ഇങ്ങോട്ട് മഴ വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് പനിയാണ്. എൻ്റെ കാല് മുറിഞ്ഞായിരുന്നു വരുന്ന വഴിക്ക്. നമ്മൾ നേരെ പോകുന്നത് അച്ചൻകോവിലാണ്. ഇത് അച്ചൻകോവിൽ വഴിയാണ്. ഇപ്പോൾ 2 കുറ്റിയുള്ളൂ. വഴി എല്ലാം തീർന്ന് അതുമെല്ലാം ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് അച്ചൻകോവിൽ കഴിയണം. കാരണം ഫുൾ ഫോറസ്റ്റും കാട് ഏരിയയാണ്. അത് അതിലേക്ക് കൂടെ പോകുന്നതേ ഡേഞ്ചറാണ്. നമുക്ക് അത് കാണാൻ നല്ല അടിപൊളി സ്പീഡിലാണ്. മറ്റേ മഞ്ഞിൻ്റെ മഴ ആണെങ്കിൽ പെയ്തിറങ്ങുക വണ്ടിയാണ്. ഫുള്ള് മഞ്ഞ. ഇത് താഴോട്ടൊന്നുമില്ല. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ നേരെ അച്ചൻകോവിൽ യാത്ര തിരിച്ചു. ഇനിയും ടൈം ലേറ്റായാൽ അതുവഴി പോകാൻ ഭയങ്കര ഡേഞ്ചറായിരിക്കും. കാരണം വെച്ചാൽ മൃഗങ്ങളുള്ള ഒരു വലിയൊരു ഫോറസ്റ്റാണത്. ആനയോ കാട്ടുപോത്തോ മയിലോ മാനോ എന്ത് വേണോ എടുത്ത് ചാടാം. അങ്ങനെ നമ്മൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് ഏരിയ. ഒന്നാമത് നമ്മൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ മുന്നേ ഒരു ആട്ടോ, അതായത് ഇവിടുന്ന് അച്ചൻകോവിൽ ഒരു 30 കിലോമീറ്ററോളം നമ്മൾ പോയി കാണും ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ. ആ ഫോറസ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ മാത്രമായിരുന്നു. നമ്മൾ ആട്ടോ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മാത്രം, ഞാനും അവന് തനിച്ച് ആ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വന്നതാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും ഇരുട്ടായി വരുവാണ്. അപ്പോൾ കൂടുതൽ വിഷ്വൽസൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ പകൽ പോകുന്നൊരു വീഡിയോ ഉണ്ട്, അതുടനെ ഇടുന്നതായിരിക്കും. ഇതൊരു ഫ്ലോപ്പായ ട്രിപ്പ്. ഇതിനെയും കാട്ടി മികച്ച മനോഹരമായ കാഴ്ചകളുമായി നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നുണ്ട്. സീസോ.